ശബരിമല സന്നിധാനം അതീവ സുരക്ഷാ മേഖലയാണ്. വിവിധ സേനകളിലെ നിരവധി കമാൻഡോമാരുടെ സുരക്ഷാ നിരീക്ഷണത്തിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും 24 മണിക്കൂർ. സന്നിധാനത്തിന്റെ മുക്കും മൂലയും വരെ ഇവരുടെ സൂക്ഷ്മ നിരീക്ഷണത്തിന് കീഴിലാണ്. സന്നിധാനത്തെത്തുന്ന ഒരാൾ പോലും ഇവരുടെ കണ്ണിൽപ്പെടാതിരിക്കില്ല. 24 മണിക്കൂർ സുരക്ഷയൊരുക്കി വിവിധ സേനകളിലെ നിരവധി കമാൻഡോമാരാണ് സന്നിധാനത്തുള്ളത്. കേന്ദ്ര റിസർവ് പോലീസിന് കീഴിൽ വരുന്ന RIFന്റെ 130 സൈനികരാണ് സന്നിധാനത്തുള്ളത്. നടപ്പന്തലിലും 18-ാം പടിക്ക് താഴെയും സോപാനത്തുമെല്ലാം ആയുധധാരികളായ ഇവരെ കാണാം. ഉയരത്തിൽ നിർമ്മിച്ച ടവറുകളിലും RIF കമാൻഡോമാർ സന്നിധാനത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പിസ്റ്റൾ, ഇൻസാസ്, ഗ്യാസ് ഗൺ തുടങ്ങിയ ആയുധങ്ങൾ സന്നിധാനത്തുള്ള RIF സൈനികരുടെ പക്കലുണ്ട്. We have two teams of NDRF deployed here. One is in Pamba and one is in Sannidhanam. We have total manpower of around 68 personnel here. NDRFന്റെ 168 അംഗങ്ങളാണ് സന്നിധാനത്തും പമ്പയിലുമുള്ളത്. തീർത്ഥാടകർക്ക് അപകടങ്ങളുണ്ടായാലോ ദേഹാസ്വാസ്ഥ്യമുണ്ടായാലോ ഓടിയെത്തുക ഇവരാണ്. So we are sufficiently trained for all rescue kind of activities. We have been deployed for the first aid. We generally do the first aid activities here initially before carrying the victims to the hospital. And secondly, we have advanced communication equipments. We have boards, OBMs, and also various cutting equipments with us. And we have been deployed here since 16th November. കേരള പോലീസിന്റെ കമാൻഡോ വിങ്ങും സന്നിധാനത്തുണ്ട്. 30 പോലീസ് കമാൻഡോമാരാണ് സന്നിധാനത്ത് സുരക്ഷയൊരുക്കുന്നത്. AK-47 ഗ്ലോക്ക് തോക്കുകളുമായിട്ടാണ് പോലീസ് കമാൻഡോമാർ സന്നിധാനത്ത് സുരക്ഷയുടെ കവചം തീർക്കുന്നത്. സുരക്ഷാ സൈനികരുടെ അണുവിടമാറാതെയുള്ള നിരീക്ഷണത്തിൽ സന്നിധാനവും പരിസര പ്രദേശങ്ങളും പൂർണ്ണ സുരക്ഷിതമായി മാറുന്നു. ന്യൂസ് മലയാളം, സന്നിധാനം.